അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മള് നമ്മുടെ മലയാളം ക്ലാസ് ആണ് കേട്ടോ. മലയാളം ക്ലാസ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മള് സന്ധിയും ഇതൊന്നും നോക്കുന്നില്ല. നമ്മൾ കുറച്ച് അർത്ഥവും പര്യായവും വിപരീത പദങ്ങളും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോ ആദ്യമേ കപ്പൽ. കപ്പലിന്റെ പര്യായം എന്തൊക്കെയാണ് അറിയാവോ? കപ്പലോ? കപ്പൽ. ഉരു കേട്ടോ. ഉരു, യാനപാത്രം. ഓർത്ത് വെച്ചോണേ. ഈ മലയാളം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിയാന്നും പറഞ്ഞ് കറപ്പിച്ച് നമുക്ക് നെഗറ്റീവ് അടിക്കുന്ന ഒരു വിഷയമാണ് മലയാളം. മലയാളത്തിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാവുന്ന മാർക്കുകളാണ് ഈ മലയാളവും ഇംഗ്ലീഷും കണക്കും. പക്ഷെ നമ്മള് മലയാളം അത്ര ശ്രദ്ധിക്കാറില്ല അധികം ആൾക്കാരും. അങ്ങനെ നമ്മുടെ മാർക്ക് പോകുന്നേ പരീക്ഷകളില്, അല്ലേ? അതെ. അപ്പോ അത് നമുക്ക് നോക്കാം. അപ്പോ കപ്പലിന്റെ പര്യായങ്ങളാണ് ഉരു കേട്ടോ. ഉരു അറിയാലോ, നമ്മുടെ ഗഫൂർ ഖാ ദോസ്ത് പറയുന്നേ, ഉരുവിലാ കയറ്റിവിടുന്നേന്ന് പറയത്തില്ലയോ? അതെ അതെ അതെ. അപ്പൊ ഉരു, യാനപാത്രം കേട്ടോ. യാനം എന്ന് പറഞ്ഞാൽ യാത്രയാ. അപ്പൊ യാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം, അല്ലേ? യാനപാത്രം. പിന്നെ മുറ്റമൊക്കെ പണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരെണ്ണോ. മുറ്റത്തിന്റെ പര്യായങ്ങൾ പറയാവോ? അങ്കണം, ചത്വരം, അജിരം കേട്ടോ. അങ്കണം, ചത്വരം, അജിരം. ഓക്കെ, അജിരം. ഓക്കെ. പിന്നെ അടുത്തത് ശത്രു. അതെ, രിപു. പറഞ്ഞോളൂ. രിപു, വൈരി അല്ലേ? വൈരി. പിന്നെ ഒരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അരിയെന്നും പറയാം. അരി കേട്ടോ. അരി എന്ന് പറഞ്ഞാലും നമ്മുടെ ശത്രു തന്നെ. അത് ശരി വരുന്നു എനിക്ക്. പിന്നെ ഉള്ളതാണ് നമ്മുടെ വള്ളി. വള്ളിയുടെ പര്യായം പറയാവോ? ലത കേട്ടില്ലേ? ലത. എന്തോ? വല്ലി. അതെ അതെ, വല്ലി. വള്ളി. ളായും ലായും വ്യത്യാസമേ ഉള്ളു, അല്ലേ? അപ്പൊ വള്ളി, വല്ലി, ലത, ഗുൽമം, വല്ലരി. ഇതെല്ലാം വള്ളിയുടെ തന്നെ പര്യായമാണ് കേട്ടോ. ഓക്കെ. എന്തോ? അതെ, വല്ലരി. ഗുൽമം, ലത. ഇത് വേണമെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് പോയാൽ നല്ലതാ കേട്ടോ. വള്ളി, ലത, ഗുൽമം, വല്ലി, വല്ലരി. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കുന്തം. അതായത് നന്ദിയുടെ ഇന്നായാണ് കേട്ടോ. നന്ദിയുടെ. കുന്തം അല്ല, നന്ദിയുടെ നായ. അപ്പൊ കുന്നം എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താണ്? കുന്നം. അത് 9 എന്നാണ് കേട്ടോ. 9 മുല്ല എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. 9 മുല്ല എന്നൊക്കെയാണ് കുന്നത്തിന്റെ അർത്ഥം. പിന്നെ കളഭം. കളഭം എന്താണ്? എന്തോ? അതെ, ചന്ദനം. ആന അല്ലെ? ആന. ചന്ദനം, ആന. പിന്നെ ആനയുടെ പര്യായങ്ങളോ? കരി, ഗജം. പിന്നെ അന്നം. അന്നത്തിന്റെ അർത്ഥം എന്താണ്? അന്നം. ഹംസം, ചോറ് കേട്ടോ. ഹംസം, ചോറ്. പിന്നെ കരത്തിന്റെ പര്യായങ്ങള് കയ്യ്, നികുതി. നികുതി അല്ലെ? കരം അടയ്ക്കുക എന്ന് പറയുന്നത്. കയറ്, പാശം, രജ്ജു, ഗുണം, ഉദ്യമം, ദാമം.
കയർ, പാശം, രജ്ജു, ഗുണം, ഉദ്യാമം, ദാമം. അടുത്തത് കട്ടില്. ഉദ്യാമത്തിന്റെ സാധാ ഉദ്യാമത്തിന്റെ നമ്മുടെ ദായം. ദയയുടെ ദ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കട്ടില് കേട്ടോ. അടുത്തത് കട്ടിൽ. ഓക്കെ. മഞ്ചം അല്ലെ, ആട്ടുകട്ടിൽ. മഞ്ചം, തൽപ്പം, പര്യങ്കം, തളിമം. മഞ്ചം, ഇഞ്ചായ, ഇഞ്ചിയുടെ ഇഞ്ച. മറ്റേ ഇഞ്ചിയുടെ ഇഞ്ചല്ല, മറ്റല്ലാതെ മറ്റേ ഗീതാഞ്ജലി അല്ല അതല്ല. ഇത് നമ്മുടെ സാധാ കുഞ്ചുവിന്റെ ഇഞ്ച. ഓക്കെ ഓക്കെ. അപ്പൊ മഞ്ചം, തൽപ്പം, പര്യങ്കം, തളിമം. അടുത്തത് കലപ്പയാണേ. കലപ്പ, ഹാലം, സീരം, ലാംഗലം, ഗോദാരണം. കേട്ടോ, ഹാലം, സീരം, ലാംഗലം, സീരം, ലാംഗലം, ഗോദാരണം. അപ്പൊ നമ്മള് ലാംഗലം എന്ന് പറഞ്ഞ കലപ്പയാ. ലാംഗലം എന്ന് പറഞ്ഞ കലപ്പയാണ്. പക്ഷെ ലാംഗുലി എന്ന് പറഞ്ഞാലോ? ലാംഗുലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവിരലാണോ? അല്ലല്ല, കുരങ്ങനാണ് കേട്ടോ. അങ്കുലി കൈവിരലാണ്. ഓക്കെ. അങ്കുലിയവും കൈവിരലാന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോ ലാംഗുലി കുരങ്ങനാ കേട്ടോ, ലാംഗുലി. അതേസമയം ഗാംഗുലി എന്താണ്? ഗാംഗുലി അത് ക്രിക്കറ്റ് പ്ലെയർ. അത് ക്രിക്കറ്റ് പ്ലെയറാ, സൗരവ് ഗാംഗുലിയാ. ഓക്കെ, ശരി. ഓക്കെ. അപ്പം നമ്മളിപ്പോ എന്തുവായിരുന്നു പറഞ്ഞേ? കലപ്പയാ പറഞ്ഞല്ലേ? അടുത്തത് കുടയാണ് കേട്ടോ. കുടയുടെ ഏതൊക്കെയാണ്? കുടയുടെ ഛത്രം, ആദപത്രം അല്ലേ? ഛത്രം, ആദപത്രം. ഓക്കെ. അപ്പോ നമുക്ക് കുറച്ച് സമാന പദം കൂടെ നോക്കിയാലോ? ഓക്കെ. അപ്പോ അനലൻ എന്താണ്? അനലൻ അഗ്നിയാണല്ലേ? അതെ, തീ. അതേസമയം അനിലൻ എന്താണ്? അനിലൻ കാറ്റാണ്. ഓക്കെ. അശനം എന്താണ്? അശനം ഭക്ഷണമാണ് കേട്ടോ, ആഹാരമാണേ. അശനം. അതേസമയം അയനം എന്താണ്? അയനം യാത്രയാണ്. ഓക്കെ. അപ്പോ ആനനം എന്താണ്? ആനനം കാട്. മുഖമല്ലേ? കാനനം കാട്, ആനനം മുഖം. അത് തന്നെ, നമ്മൾ അതാ പറയാൻ വന്നത്. ആനനം മുഖം, കാനനം കാട്. ഓക്കെ. പിന്നെ ജഡാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരാലാണ് കേട്ടോ. അത് കേട്ടുണ്ടോ? ജഡാലം. അതേസമയം ജഡിലം എന്താണ്? ജഡിലം സിംഹമാണ് കേട്ടോ. സിംഹം. ജഡിലം, സിംഹം. ഓക്കെ. അപ്പോ അടുത്തത് ഉദ്യമമാണ്. ഉദ്യമം എന്താണ്? പരിശ്രമം കേട്ടോ. ഉദ്യമം, പരിശ്രമം. ഉദ്യാമം എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലേ ഉദ്യാമം. കയറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെ. അതാണ് കേട്ടോ ഉദ്യാമം. അതേസമയം ഋതം എന്താണ്? ഋതുവിന്റെ തായാണേ. ഋതം സത്യമാണ് കേട്ടോ. ഋതം സത്യം. അതേസമയം ഋതി എന്താണ്? ഋതി ഭാഗ്യമാണ് കേട്ടോ. ഋതി. ഇനി നമുക്ക് നോക്കാനുള്ള ഘാതകൻ എന്താണ്? കൊലയാളി. അതെ, അത് ഘാതകൻ, കൊലയാളി. അതെ. അതേസമയം നമ്മുടെ മുഖത്തിന്റെ ഘാതകൻ, അത് ദായ വന്നേ. അത് ഭക്ഷിക്കുന്നവൻ. അത് തന്നെ, ഭക്ഷിക്കുന്നവനാണ് ഘാതകൻ. അതേസമയം മുഖത്തിന്റെ ഘായും നമ്മുടെ തീയുടെ തായും ഘാതകൻ. അത് മറ്റേ കുഴിക്കുന്നവനല്ലേ? കുഴിക്കുന്നവൻ. അത് തന്നെ,
ഘാതകൻ കുഴിക്കുന്നവൻ. ഓക്കെ. അടുത്തത് എളുപ്പമാണ്. ജലജം. താമരയാണ്. താമര. അതേസമയം ജലകം എന്താണ്? ജലകം ശംഖാണ്. ആമ്പലമല്ലോ. ശംഖാണേ. ജലകം ശംഖ്. ഇനി തോയം ജലകം ഗായാണ്. അല്ലല്ല, ക നമ്മുടെ കായ്ക്കായുടെ ക. സാധാ ക. ഓക്കെ. ഇനി തോതം എന്താണ്? തോതം ദയയുടെ ദാ തന്നെ. തോതം. വേദനയാണേ. തോതം വേദന. അയ്യോ, എനിക്ക് തോതം എടുക്കുന്നതെന്ന് പറയാ. ഇനി വേദന എടുക്കുന്നതെന്ന് പറയുന്നതിന് വരെ അല്ലേ? അപ്പൊ തോതൻ എന്താണ്? തോതൻ സൂര്യനാണ് കേട്ടോ. തോതൻ സൂര്യനാണ്. അതേസമയം തോയം എന്താണ്? തോയം ജലമാണ് കേട്ടോ. വെള്ളം, ജലം. അപ്പൊ ഏതൊക്കെ വരും ജലത്തിന്റെ? സലീലം അല്ലേ? വെള്ളം, ജലം, തോയം, നീര്. ഓക്കെ. പിന്നെ നമ്മുടെ സൂര്യന്റെ ഒക്കെ ഒരുപാടുണ്ട്. സൂര്യന് നമുക്കിപ്പോ 2 നമുക്ക് പറയാം. ഇരവിയും രവിയും. പിന്നെ ഏതാണ് അറിയാവുന്നത്? ദിവാകരനുണ്ട് അല്ലെ? അർക്കനുണ്ട് അല്ലെ? ആദിത്യനുണ്ട്. ഒരുപാടുണ്ട്. സൂര്യന് ഒരുപാട് പേരുണ്ട്. അതേസമയം നമ്മുടെ ചന്ദ്രനാണെങ്കിലോ? ചന്ദ്രനും ഉണ്ട് ഒരുപാട് പേര്. സോമൻ, തിങ്കൾ, ശശി, ഇന്ദു അല്ലേ? അതെ. ചന്ദ്രിക നിലാവാണോ അതോ ചന്ദ്രനാണോ? ചന്ദ്രിക നിലാവ. ഓക്കെ, ശരി. നിലാവിനുണ്ട് ഒത്തിരി. നിലാവിനും ഉണ്ട് ഒത്തിരി. ചന്ദ്രിക, ജ്യോത്സ്ന, പനിമതി ചന്ദ്രൻ തന്നെയല്ലേ? പനിമതി മറ്റേ ജ്യോത്സ്ന, കൗമുദി. ഓക്കെ, അത് നിലാവ അല്ലേ? കൗമുദി നിലാവ. ജ്യോത്സ്ന തന്നെ. ജ്യോത്സ്ന. ശരി. അപ്പോ അടുത്തത് മഞ്ജിമ. മുമ്പേ പറഞ്ഞ ഇഞ്ഞായും ജായും കൂടെ ചേരുന്നത് മഞ്ജിമ. അതിന്റെ അർത്ഥം എന്താണ്? ഓരോ പെൺകുട്ടികൾക്കൊക്കെ പേരിടുന്നയാ മഞ്ജിമ. അതിന്റെ അർത്ഥം എന്താണ്? മനോഹരം എന്നാണേ. അഴകുള്ളത്. മനോഹരം എന്നാ മഞ്ജിമയുടെ അർത്ഥം. ഓക്കെ. അതേസമയം മഞ്ജീരം എന്താണ്? അതായത് കുഞ്ചുവിന്റെ ഇഞ്ചായാണേ മഞ്ജീരം എന്താണ്? കാൽച്ചിലമ്പാണേ. കാൽച്ചിലമ്പ്, മഞ്ജീരം. ഒരു സാധനം കഴിക്കട്ടെ. എന്താ കഴിക്കുന്നത്? എള്ളുണ്ടയാ. ഇതൊക്കെ കട്ട് ചെയ്യും. അപ്പൊ അടുത്തത് വിഴുങ്ങണ്ടേ. അടുത്തത് മരന്തമാണ്. മരന്തം മായല്ലേ, ഒരു പാട്ടില്ലേ? അതെ. അപ്പൊ മരന്തത്തിന്റെ അർത്ഥം എന്താണ്? മരന്തം പൂന്തേനാണേ. പൂന്തേൻ. അതേസമയം മാഗന്ധം എന്താണ്? മാഗന്ധം അതും മാവാണ്. തേന്മാവാണ് കേട്ടോ. ഇനി ഭൂമിയുടെ പര്യായങ്ങള്: ധര, ക്ഷോണി, ക്ഷിതി അല്ലെ? വേറെ എന്തെങ്കിലും അറിയാവോ? ധരിത്രി, പാര്, ഉർവി. ഇതെല്ലാം ഭൂമിയാ കേട്ടോ. ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട് ഭൂമിക്ക്. നമ്മളിപ്പോ നോക്കിയത് ധര, ക്ഷോണി, ധരിത്രി, ക്ഷിതി, പാര്, ഉർവി. രംഭയുടെ അർത്ഥം എന്താണ്? രംഭയുടെ അർത്ഥം പറയാവോ? ഭംഗി. വാഴയെന്നാണ് കേട്ടോ. വാഴയാ.
അതേസമയം നമ്മുടെ നെറ്റിയുടെ ഇപ്പൊ പറഞ്ഞായിരുന്നോ നമ്മള്? ഇല്ല. നെറ്റിയുടെ എന്തൊക്കെയാണ്? ലലാടം, ഫാലം, അളികം, നിടിലം. മയൂരവും മയൂഖവും. മയൂരം എന്തുവാ? മയൂരം എന്താണ്? മയൂരം മയിലാണ് കേട്ടോ, മയില്. മയൂഖം എന്താണ്? മയൂഖം ഒരു സിനിമയുണ്ട്, മയൂഖം. കണ്ടുണ്ടോ? മമതയും സൈജു കുറുപ്പും ഒക്കെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് മയൂഖം. അതിന്റെ അർത്ഥം അതെ. സൂര്യരശ്മി എന്നാണ് കേട്ടോ, സൂര്യരശ്മി. പിന്നെ മലയാളം എന്താണ്? മലയാളം അരയന്നമാണ് കേട്ടോ, അരയന്നം. മലയാളം അരയന്നം. പിന്നെ ഉള്ളത് എന്താണ്? മേദിനി. മേദിനി എന്താണ്? മേദിനി മേദിനി ഭൂമി എന്ത്? ഭൂമി തന്നെയാ കേട്ടോ, ഭൂമി തന്നെയാണ് മേദിനി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഒറ്റപ്പദം കൂടെ നോക്കാം. ഒറ്റപ്പദം. നല്ല ഹൃദയമുള്ളവൻ. നല്ല ഹൃദയമുള്ളവൻ. സഹൃദയനോ? അതെ, സഹൃദയൻ. സഹൃദയൻ. 3 കവികളെ ഒരുമിച്ച് പറയുന്നത്. കവിത്രയം. അതെ തന്നെ, മിടുക്കൻ. മുനിയുടെ ഭാവം. മൗനം. സ്ഥിരം ക്വസ്റ്റ്യൻസാ മലയാളത്തിലെ. ഗുരുവിന്റെ ഭാവം. ഗൗരവം. നിയന്ത്രിക്കാൻ സാധിക്കാത്തത്. അനിയന്ത്രിതം. ദശരഥന്റെ പുത്രൻ. ദാശരഥി. കറക്റ്റ്. ഫുൾ മാർക്കാണ് മലയാളത്തിന് ഇപ്പോ. ഭീമന്റെ പുത്രി. ഭൗമ്യം. തെറ്റിച്ചു, ഭൈമിയായിരുന്നു കേട്ടോ. ഭൈമിയാണേ. ഭൈമി. ഭീമന്റെ പുത്രൻ അത് കടോൽക്കജൻ. അത് തന്നെ. ദ്രുപദന്റെ പുത്രി. ദ്രൗപദി. ദ്രൗപദിയുടെ പുത്രൻ. അല്ല, ദ്രൗപദേയൻ കേട്ടോ. ദ്രൗപദേയൻ. ഉത്തമ മനുഷ്യന്റെ പുത്രൻ. ഈശനാണ് കേട്ടോ, ഈശൻ. നമ്മുടെ വിഷത്തിന്റെ ഷായാണേ, ഈശൻ. ഉത്തമ മനുഷ്യന്റെ പുത്രൻ ഈശൻ. അതേസമയം ദ്രോണരുടെ പുത്രൻ എന്താണ്? ദ്രോണരുടെ പുത്രൻ ദ്രൗണി. ഓക്കെ. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. കറക്റ്റ്. അതായത് ലക്ഷ്മണനാണേ. അതെ. ഓക്കെ. അപ്പോ രാഗം ഉള്ളവൻ. രാഗിയാണ്. കറക്റ്റ്. അപ്പൊ രാഗത്തിന്റെ അർത്ഥം എന്തൊക്കെയാണ്? രാഗത്തിന്റെ അർത്ഥം ഈണം. പിന്നെ സ്നേഹം, ചുമപ്പ് കേട്ടോ. ചെമപ്പെന്നാണേ, കറക്റ്റ് ആയിട്ട് എഴുതുമ്പോ ചെമപ്പെന്ന. ചെമപ്പ്. ഓക്കെ. ഞാനെന്ന ഭാവം. അഹംഭാവം. കറക്റ്റ്. ഋജു ആയ ഭാവം. ആർജവമാണേ, ആർജവം. ഋജു ആയ ഭാവം, ആർജവം. ശ്രദ്ധയുള്ളവൻ. അതെ. ദൂതന്റെ പ്രവൃത്തി. ദൗത്യമാണ് കേട്ടോ. അതെ, ദൂതന്റെ പ്രവൃത്തി ദൗത്യം. രഘുവംശത്തിൽ ജനിച്ചവൻ. രാഘവനാണേ. അതെ, രാഘവൻ. മിതമായി സംസാരിക്കുന്നവൻ. മിതഭാഷി കേട്ടോ, മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി. വാഗ്മി എന്ന് പറഞ്ഞാലും മിതമായി സംസാരിക്കുന്നവനാ, എന്ന് വെച്ചാൽ കുറച്ച് സംസാരിക്കുന്നവൻ, കുറെ അധികം സംസാരിക്കുന്നവൻ. അതെ, വാചാലൻ. കറക്റ്റ്. ദ്വീപിൽ ജനിച്ചവൻ.
ദൗപേയൻ. ദ്വൈവായനൻ കേട്ടോ, ദ്വൈവായനൻ. അപ്പൊ അത് ആരെയാ പറയുന്നത്? വ്യാസമഹർഷിയെ കുറിച്ചാ കേട്ടോ, വ്യാസമഹർഷിയെ കുറിച്ച് പറയുന്നതാണേ. ഓക്കെ, ഓക്കെ. അടുത്തത് കുരുവംശത്തിൽ പിറന്നവർ. കൗരവർ. കൗരവർ. വിദേഹത്തുള്ളവർ. വിദേഹത്തുള്ളവൾ വൈദേഹിയാണ് കേട്ടോ, വൈദേഹി. പാഞ്ചാലത്തുള്ളവൾ. പാഞ്ചാലി. പാഞ്ചാലി കറക്റ്റ്. ഗാന്ധാരത്തുള്ളവൾ. ഗാന്ധാരി. ഗാന്ധാരി. മനുവിന്റെ പിൻഗാമി. മാനവൻ കേട്ടോ, മാനവൻ. ചേതനയുടെ ഭാവം. ചൈതന്യം. ചൈതന്യം. നിയോഗിക്കുന്നവൻ. നിയോഗി. അല്ല, നിയോക്താവ് കേട്ടോ, നിയോക്താവ്. നിയോഗിക്കുന്നവൻ, നിയോക്താവ്. അതേസമയം നിയോഗിക്കപ്പെട്ടവനോ? അതല്ലേ നിയോഗി. അല്ല, നിയുക്തനാണ് കേട്ടോ. നിയോഗിക്കപ്പെട്ടവൻ മറ്റേ നിയോക്താവ്, പിന്നെ നിയുക്തൻ. നിയുക്തൻ. അപ്പൊ നിയോഗിക്കുന്നവൻ നിയോക്താവ്, നിയോഗിക്കപ്പെട്ടവൻ നിയുക്തൻ. ഓക്കെ, ആദ്യം മുതൽ അവസാനം വരെ. ആദ്യന്തമാണ് കേട്ടോ, ആദ്യന്തം. ആദ്യാവസാനം എന്നും വേണേ പറയാം. ആദ്യാവസാനം അല്ല ആദ്യന്തം. ആദ്യന്തം. വസന്തത്തിന്റെ ശ്രീ. വാസന്തശ്രീ കേട്ടോ, വാസന്തശ്രീ. വേദത്തെ സംബന്ധിച്ചത് സ്ഥിരം ക്വസ്റ്റ്യന്. വൈദികം. വൈദികം എന്നേ വൈദികം. ഹൃദയത്തെ സ്പർശിക്കുന്നത്. ഹൃദയസ്പർശി. ഓക്കെ. ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾ. പ്രിയദർശിനി കേട്ടോ, പ്രിയദർശിനി. പ്രിയദർശിനി. മെതിച്ചു കൂട്ടിയ നെല്ലിനെ പറയുന്നത്. ഇല്ല. പൊലി. 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 നിമ്നത്തിലേക്ക് ഗമിക്കുന്നവൾ. നിമ്നത്തിലേക്ക് ഗമിക്കുന്നവൾ നിമ്നക അഥവാ നദിയാ കേട്ടോ, നിമ്നക നദി. നദി. ആപക എന്ന് പറഞ്ഞാലും നദിയാ, ഗംഗയുടെ ഗാ തന്നെയാണേ. നിമ്നക, ആപക, ഇത് രണ്ടും നദി തന്നെ. ഓക്കെ, ഇനി അനേകം സ്ത്രീകൾ ലാളിച്ചവൻ. എന്താണ്? കാർത്തികേയൻ. ബാഹുലയനാണ് കേട്ടോ, ബാഹുലയൻ. അതെ. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. തീർഷു ആണേ, തീർഷു. തീർഷു. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളോ? പിപടിഷു. അതെ, പിപടിക്ഷു. പിപടിഷു. ഓക്കെ. നാമമില്ലാത്തവൾ. അനാമിക. അനാമിക കറക്റ്റ്. ഈ നാമമില്ലാത്തവൾ ഓരോരുത്തർക്ക് പേരിടുന്ന അല്ലയോ, അനാമിക എന്ന്. സ്വന്തം ഇച്ഛ. സ്വേച്ഛ. സ്വേച്ഛ. സ്വേച്ഛ എന്നേയുള്ളേ, യാ വരുന്നില്ല. സ്വേച്ഛ. ചായും ഇച്ഛായും കൂടെ ചേർന്ന് സ്വേച്ഛ. അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം. പരോപകാരം. അതെ കറക്റ്റ്, പരോപകാരം.
ഉണർന്നിരിക്കുന്ന അവസ്ഥ. സുഷുപ്തി. ജാഗരമാണ് കേട്ടോ, ജാഗരം. സുഷുപ്തി ഉറക്കവാ. ജാഗരം. ജാഗരം. അത് ഓപ്പോസിറ്റ് ജാഗരത്തിന്റെ വരും. ഓപ്പോസിറ്റ്. അതെ. പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത്. പ്രായോഗികം. പ്രായോഗികം. അപ്പോൾ ഇനി എന്താ നമ്മൾ നോക്കുന്നത്? മലയാളം എന്നൊക്കെ പറഞ്ഞാൽ തീരത്തില്ല, ഇങ്ങനെ കടക്കുമില്ലയോ ഓരോന്നില്ലയോ? അതെ. ഈയിടെ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ചോദിച്ചായിരുന്നു. നമ്മൾ അന്യന്റെ ശരീരം പറഞ്ഞായിരുന്നോ? പരകായം ഇല്ല, പറഞ്ഞില്ല. അപ്പൊ പറയാം. അന്യന്റെ ശരീരം എന്താണ്? അന്യന്റെ ശരീരം പരകായം. പരകായമല്ലേ? അതെ, പരകായമാണ്. കറക്റ്റ്. അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം പരോപകാരം. അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അത് പറ. എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്നത്. സുഗമം ആണ് കേട്ടോ, സുഗമം. അച്ഛന്റെ അച്ഛൻ. പിതാമഹൻ. ഓക്കെ, അപ്പൂപ്പനാണേ, പിതാമഹൻ. അച്ഛന്റെ അമ്മ. പിതാമഹി. കറക്റ്റ്. അമ്മയുടെ അച്ഛൻ. മാതാമഹൻ. മകളുടെ ഭർത്താവ്. ജാമാതാവ്. സഹോദരി പുത്രൻ. അല്ല, ഭാഗിനേനാണ് കേട്ടോ. ശ്യാലൻ അളിയന. അതെ, ഭാഗിനേയനാണ് സഹോദരി പുത്രൻ. അതേസമയം സഹോദരി പുത്രിയാണെങ്കിലോ ഭാഗിനേയാണ്. ഭാഗിനേയി. ഇനി സഹോദരിയുടെ ഭർത്താവ്. ശ്യാലൻ. അതെ, അളിയൻ. അതാണ് ശ്യാലൻ. ശരി. ഭാര്യയുടെ പിതാവ്. ശ്വശുരൻ കേട്ടോ, ശ്വശുരൻ. പുത്രന്റെ ഭാര്യ. സ്നുഷ. അതെ, കറക്റ്റ്. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ. ജിജ്ഞാസു കേട്ടോ, ജിജ്ഞാസു. അതെ. ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. അല്ല, ശൗരിന്നേ ഉള്ളു കേട്ടോ, ശൗരി. ദൂതന്റെ പ്രവൃത്തി നമ്മൾ പറഞ്ഞായിരുന്നു. ദൗത്യം. കറക്റ്റ്. വാതിൽ കാവൽക്കാരി. വേത്രവതിയാണ് കേട്ടോ, വേത്രവതി. വാതിൽ കാവൽക്കാരി വേത്രവതി. നാമം ഇല്ലാത്തവൾ, അതും നമ്മൾ പറഞ്ഞായിരുന്നു, അനാമിക. സാരം ഗ്രഹിച്ചവൻ. സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹിയാണ്. സാരഗ്രാഹി. ഓക്കെ, അപ്പോ നമുക്കിനി കുറച്ച് വിപരീതം നോക്കാം. കുറെ എണ്ണമായി ഇപ്പൊ നമ്മൾ ഒറ്റപ്പദം പറയുന്നു അല്ലേ? ഓക്കെ. അപ്പോ വിപരീത പദം. സ്ഥാവരം. ജംഗമം. ഓക്കെ. ആരോ വരുന്നല്ലോ, നോക്കട്ടെ. താമസിച്ചു പോയല്ലോ അൽഫി. ഇപ്പോഴാണോ ഓർത്തത്, അതോ ഫ്രീ ആയത് ഇപ്പോഴാണോ? കുഴപ്പമില്ല, നമ്മള് ഇങ്ങനെ ഓരോ ഒറ്റപ്പദവും അർത്ഥവും ഒക്കെ പറയുന്നേ ഉള്ളൂ. ശരി, ക്ലാസ് തുടരുവാണേ. ശരി. അപ്പോ
ക്രയം. വിക്രയം. അതെ, വിക്രയം. അനാഥം. സനാഥം. അതെ, സനാഥം. അനുഗ്രഹം. നിഗ്രഹം. നിഗ്രഹം. കറക്റ്റ്. പിന്നെ മുക്തർ. ബദ്ധർ എന്നാണ് കേട്ടോ. മുക്തർ, ബദ്ധർ. ബുദ്ധിയുടെ ദായും രഥത്തിന്റെ രഥത്തിന്റെ ധായ അല്ലല്ലോ, ധനത്തിന്റെ ധായ കേട്ടോ. ദായും ധനത്തിന്റെ ധായും കൂടെ ചേർന്ന ബദ്ധർ. മുക്തർ, ബദ്ധർ. ഓക്കെ. ഓക്കെ. പ്രാചീനം. അർവാചീനം. അതെ, അർവാചീനം. പ്രാചീനം, അർവാചീനം അല്ലെങ്കിൽ നവീനം. പുരാതനം. ആധുനികം. ആധുനികം. ഗർഹണീയം. ശ്ലാഘനീയമാണ്. ശ്ലാഘനീയം. സ്പൃഹണീയം. ശ്ലാഘനീയവും വരും അല്ലയോ? ഗർഹണീയം, ശ്ലാഘനീയം വരത്തില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ, ഗർഹണീയം, സ്പൃഹണീയം. നമുക്കിപ്പോ ഇത് പഠിക്കാം. സ്പൃഹണീയം കേട്ടോ. സ്പൃഹണീയം. ഓക്കെ. മയൂഖം മയൂരമായിരുന്നു. മയൂരമാണ് മയില് കേട്ടോ. മയൂഖം രശ്മി. ഓക്കെ, തെറ്റല്ലേ? മയൂഖം രശ്മി, മയൂരം മയിൽ. പിന്നെ രഥം തേര്. രഥം പല്ല് കേട്ടോ. ദയയുടെ ദ. രഥം പല്ല്. 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 മധു തേന്. തേൻ. മധുപൻ വണ്ട്. ഓക്കെ. ഈ വണ്ടിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? അളി, ഭൃഗം, മധുപം അല്ലേ, ഭ്രമരം. ഓക്കെ. ഇനി മുകുളം. മുകുളത്തിന്റെ അർത്ഥം എന്താണ്? മുകുളം. പൂമൊട്ടൻ. അതെ, പൂമൊട്ട്, മൊട്ട്. അപ്പോ മുകുരം എന്താണ്? മുകുരം. മുകുരം എന്താണ്? കണ്ണാടിയാണ് കേട്ടോ. മുകുരം കണ്ണാടി. കണ്ണാടി. മകുടം എന്താണ്? മകുടം. കിരീടം. ഓക്കെ. ഇനി ബാലേയം നമ്മൾ പറഞ്ഞു. പറഞ്ഞില്ല. ബാലേയം എന്താണ്? ബാലേയം കഴുതയാണ് കേട്ടോ. ബാലേയം കഴുത. ബാഹുലേയം എന്താണ്? ബാഹുലേയം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ബാഹുലേയൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഹലോ കേക്കാം. ബാഹുലേയൻ എന്ന് മുമ്പേ നമ്മൾ പറഞ്ഞത് എന്തുവായിരുന്നു? ഒരുപാട് സ്ത്രീകളാൽ ലാളിക്കപ്പെട്ടവനായിരുന്നു അല്ലെ ബാഹുലേയൻ. അതെ അതെ. പക്ഷെ ബാഹുലേയം എന്താ? കാളയാ കേട്ടോ. ബാഹുലേയം കാളയാ. ഓക്കെ. ഭാരവി. ഭാരം. ഭാരം പ്ലസ് വി. ഭാരവി എന്താണ്? തുളസിയാ കേട്ടോ. ഭാരവി തുളസി. ഭാരതി എന്താണ്? വാക്കാ കേട്ടോ. ഭാരവി തുളസി, ഭാരതി വാക്ക്. ഓക്കെ. ഓക്കെ. അടുത്തത് മമ. മമ എന്ന് പറയുമ്പോ എന്താ അർത്ഥം? മമ എന്റെ. അതെ, എന്റെ മമ. മമതയോ? അപ്പം സ്നേഹമാണ് കേട്ടോ. ഒരു മമതയൊക്കെ വേണമെന്ന് പറയത്തില്ലയോ നമ്മള്? അതെ അതെ. അടുത്തത് പലലം. പലലം മാംസം ആണ് കേട്ടോ. ഇറച്ചി, മാംസമാണ്. അതേസമയം പലാലം എന്താണ്? പലാലം വൈക്കോലാണ് കേട്ടോ. പരിമാണം എന്താണ്? പരിമാണം അളവെന്നോ? അളവ്. അതെ അതെ അതെ, അളവാണ് കേട്ടോ.
പരിമാണം, അളവ്. പരിണാമമോ? മാറ്റം. മാറ്റം. അതെ, മാറ്റം. പ്രസാദം സന്തോഷമാണ് അല്ലേ? സന്തോഷം. പ്രസാദം, ഒരു പ്രസാദം, മുഖപ്രസാദം. പ്രാസാദം എന്താണ്? പ്രാസാദം മാളികയാണ് കേട്ടോ, മാളിക. മാളിക. പാണി, പാണി കൈ. അതേസമയം വാണി എന്താണ്? വാണി വാക്കാണ്. അപ്പോ വാക്കിന്റെ കുറച്ച് അർത്ഥങ്ങൾ ഒന്ന് പറയാവോ? ഭാഷണം, വാചി, ഉക്തി. കേട്ടോ, ഭാഷണം, വാചി, ഉക്തി. അപ്പൊ ഇതെല്ലാം വാക്കിന്റെ പര്യായമാണ്. പിന്നെ നളിനം, നളിനം താമര. കേട്ടോ, താമര. പിന്നെ നളിനി താമര പൊയ്കയാണ്. കേട്ടോ, താമര പൊയ്ക. നീഹാരം അതും സ്ഥിരം വരുന്നതായിരുന്നു. നീഹാരം മഞ്ഞാണ്. കേട്ടോ, നീഹാരം. ഹാരം എന്താണ്? മാലയാണ്, മാലയാണ്. അടുത്തത് നീഹാരകരൻ, നീഹാരകരൻ ചന്ദ്രൻ. കേട്ടോ, ചന്ദ്രൻ തന്നെയാണ് നീഹാരകരൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ചന്ദ്രന്റെ പര്യായങ്ങള്. ശശി അല്ലെ, സോമൻ. ചന്ദ്രന്റെ പര്യായങ്ങള് ഇന്ദു, അമ്പിളി, ഉടുപതി, തിങ്കൾ, മൃഗാങ്കൻ, ശശാങ്കൻ, ഏണാങ്കൻ, ശശി, ശശധരൻ, സുധാംശു, സോമൻ. അപ്പൊ ഉണ്ട് കേട്ടോ, ഉണ്ട്. ഇന്ദു, അമ്പിളി, ഉടുപതി, തിങ്കൾ, മൃഗാങ്കൻ, ശശാങ്കൻ, ഏണാങ്കൻ, ശശി, ശശധരൻ, സുധാംശു, സോമൻ. ഇതെല്ലാം തന്നെ ചന്ദ്രന്റെ പര്യായങ്ങളാണ്. ഓക്കെ. അപ്പോ ഇനി എന്താണ് നമ്മൾ നോക്കണ്ടേ? നമ്മള് പര്യായം തന്നെ നോക്കാം അല്ലേ? അതോ പദശുദ്ധി പറയട്ടെ? കുറച്ച് പദശുദ്ധി പറയാം ഇനി. അസ്ഥിവാരം, അസ്ഥിവാരം. അപ്പൊ ഏതാണ്? തായാണോ ധായാണോ വരുന്നേ? അസ്ഥിവാരമാണോ തായാണോ? അസ്ഥിവാരമാണോ? അതെ, ആദ്യത്തെ താ, വെറും താ. അസ്ഥിവാരം. ഓക്കെ. ആണത്വം ആണോ ആണത്തം ആണോ? അതെ, വെറും തായ, തം. അടിമത്വം ആണോ അടിമത്തം ആണോ? വെറും ഇത്ത, തായയുള്ള ഇത്ത, അടിമത്തം. ത്വം എന്നില്ല. ഓക്കെ. ആഴ്ച പതിപ്പില് എത്ര പായുണ്ട്? 2 പായുണ്ടോ 1 പായുണ്ടോ? അത് രണ്ട് പായുണ്ട്. അതേസമയം ദിനപത്രം, ദിനപത്രത്തിൽ 2 പായുണ്ടോ 1 പായുണ്ടോ? 1 പായുള്ളൂ. കറക്റ്റ്. ഉദ്ഘാടനമാണോ ദയയുടെ ദായാണോ? ഉദ്ഘാടനം, ഉദ്ഘാടനം മേഘത്തിന്റെ കായ. ഉദ്ഘാടനമാണോ? അതെ, ദായ അല്ലെ, ദായ വരുന്നേ. ഉദ്ഘാടനമാ വരുന്നേ. ഓക്കെ. ഏകമത്യമാണോ ഐകമത്യം ആണോ? ഐകമത്യം ആണ്, ഐകമത്യം. വെറും തായാണേ. കൈയക്ഷരത്തില് ഷായാണോ ഇക്ഷായാണോ വരുന്നേ? ഇക്ഷയാണ്, ഇക്ഷയാണ്. കറക്റ്റ്. പിന്നെ 1 വീതം അതോ അത് നോക്കണ്ട, അത് വേറെ. ഇപ്പൊ എന്തുവാ, നമ്മുടെ ശൈലികൾ വല്ലതും നോക്കാം. പദശുദ്ധിയില് ശിപാർശയാണോ ശുപാർശയാണോ? അതെ, ശിപാർശയാണ്, ഷീ ആണ്, ഷീ. പ്രാസംഗകനാണോ പ്രസംഗകനാണോ? പ്രസംഗകനാണ്. കറക്റ്റ്. പഴയ കാലം, അതായത് സാധാരണ കായാണോ
ഇക്കായാണോ? പഴയ കാലം എന്നാണോ? സാധാ ക. സാധാ കായാണ്. ഓക്കെ. അടുത്തത് തീയതി ആണോ? തീ വയ്യ എന്നുള്ളതിന്റെ യാ തീ ആണോ? തീയതി ആണോ? തീയതി ആണോ? ഒന്നാമത് സാധാ യ. തീയതി എന്നുള്ള രണ്ടും ശരിയാ കേട്ടോ. തീ വയ്യ എന്നുള്ളതിന്റെ യാ തീ. പിന്നെ തീ ദീർഘമുണ്ട്, തീയതി, അതും ശരിയാ. അടുത്ത ജഡം. ജഡം എങ്ങനെയാണ് കൂട്ടുകാരെ എഴുതുന്നത്? ജഡം ഡായാണോ? ഡാ അതിപ്പോ എങ്ങനെയാ പറയുന്നത്? എഴുതി തന്നെ കാണിക്കണം അതൊക്കെ അല്ലേ? ഞാൻ നോക്കട്ടെ അത് എങ്ങനെയാ. നമുക്കേ ഈ ഇതിനകത്ത് എഴുതിയിട്ട് ഈ കമ്പ്യൂട്ടറിൽ വരുന്ന രീതിക്ക് നോക്കാം. അങ്ങനത്തെ ടായിട്ട ഡായിട്ട അങ്ങനെ പറഞ്ഞോ? ആ ട ഇട്ട ഡ. മനസ്സിലായി. ആ ട ഇട്ട ഡ. ആ മൂന്നാമത്തെ ആണോ നാലാമത്തെ ആണോ എന്ന്? നാലാമത്തെ അല്ലേ? അല്ല ആദ്യത്തെ. സോറി, മൂന്നാമത്തെ കേട്ടോ. മൂന്നാമത്തെ. അപ്പൊ ജോഡി ആണോ ടായാണോ അതോ ഡായാണോ? ആദ്യത്തെ ഡ. അതെ ജോഡി. ടായാണ് ട. വടയുടെ ഡ. അതെ, വടയുടെ ഡ. പിന്നെ നമുക്ക് കുറച്ച് പര്യായങ്ങളും കൂടെ നോക്കാം. തോഴി. ആളി. ആളി. സഖി. ആളി. ചേടി. കേട്ടോ. സഖി. സഖാവിന്റെ ആളി. പര്യായം എന്താണ് അതേസമയം? അല്ല, സഖി, ആളി, പിന്നെ ഏതാ? ആളി, ചേടി. കേട്ടോ, ചെടിയല്ല, ചേടി, സഖി. അപ്പൊ സഖിയുടെ വിപരീത വാക്ക് സഖാവ്. ചിരി. ചിരിയുടെ പര്യായം ഏതൊക്കെയാണ്? സ്മേരം, സ്മിതം, മന്ദഹാസം. ഓഷ്ടം എന്താണ് അർത്ഥം? ഓഷ്ടം എന്താണ് അർത്ഥം? ചുണ്ടാണ് കേട്ടോ, ചുണ്ട്. ഉദകം, ജലം. കേട്ടോ, ഉദകം, ജലം. ഉദകപ്പോള. ഉദകപ്പോള, ജലത്തിന്റെ കുമിള. കേട്ടോ. വേണി. വേണിയുടെ അർത്ഥം എന്താണ്? മുടിയാണ് കേട്ടോ. വേണി, മുടി. ശുകം എന്താണ് കൂട്ടുകാരെ? ശുകം അയ്യോ, ശുകം തത്തയാണ് കേട്ടോ. ശുകം തത്ത. അതേസമയം തിര. കല്ലോലം, ഊർമി. കല്ലോലം, ഊർമി തിരയുടെയാ. ഊർമി എന്ന് പറഞ്ഞാൽ തിര. ഉറുവി എന്ന് പറഞ്ഞാലോ? ഭൂമിയാണ് കേട്ടോ. ഉറുവി ഭൂമിയാണ്. തേന്മാവ് പര്യായം എന്തൊക്കെയാണ്? തേന്മാവ്. ഹലോ. തേന്മാവ് രസാലം, ചൂതം, മാഗന്ധം. കേട്ടോ, രസാലം, ചൂതം, മാഗന്ധം. ഓക്കെ. പിന്നെ എന്താണ് നമ്മുടെ തേൻ? തേനിന്റെ ഒന്ന് പറയാവോ? മധു വരും. മധു. അതെ, മധു, മട്ട്, മകരന്തം. കേട്ടോ, മധു, മട്ട്, മകരന്തം. ഓക്കെ. അടുത്തത് കച്ചം. കച്ചത്തിന്റെ അർത്ഥം എന്താണ്? കച്ചം. കച്ചം മുടിയാണ് കേട്ടോ. കച്ചം, മുടി. അതേസമയം കച്ചം, ചായും ഇച്ഛായും കൂടെ വരുന്നത്. കച്ചം എന്താണ്? കച്ചം തീരമാണ് കേട്ടോ. തീരം. ഓക്കെ. മുടിയുടെ കുറച്ച് പര്യായം പറയാവോ? ചിഗുരം, കൂന്തൽ, കുന്തളം, കുഴൽ. കേട്ടോ, ചിഗുരം, കൂന്തൽ,
കുന്തളം, കുഴൽ. അടുത്തത് കഴലാണ്. കഴൽ. കഴൽ പാദം കേട്ടോ. പാദം, ചരണം. ഓക്കെ.